തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് വർക്കല ഇടവ തീരങ്ങളിൽ ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു. അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറിനുള്ളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു. അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറിനുള്ളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു. വർക്കല ഇടവ മാന്തര ഭാഗത്ത് തുറന്ന നിലയിലുള്ള 2 കണ്ടെയ്നറുകളാണ് അടിഞ്ഞത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. ശക്തമായ തിരമാലകളിൽ കണ്ടെയ്നർ തകർന്ന് ഉള്ളിലുള്ള വസ്തുക്കൾ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. ഒരു 6:30 മുതലാണ് പാപനാശം ബീച്ചിൽ ഇങ്ങനെയുള്ള കണ്ടെയ്നറും പിന്നെ കുറെ ചാക്കുകളും കുറെ പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതികളെല്ലായിട്ട് ഉള്ളത് ഈ തീരത്ത് വന്നടിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇപ്പോൾ തീരത്ത് അടിഞ്ഞിട്ടുള്ളത് ആ ചാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു വന്നിട്ടുള്ളതാണെന്ന് അറിയില്ല. ഒരു വെളുത്ത തരത്തിലുള്ളൊരു ഉപ്പ് പോലെയുള്ളൊരു സാധനം തീരത്തിൽ ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ മൊത്തം ആശങ്കകളുണ്ട്. ഒത്തിരി പേര് പാവനാശത്തിന്റെ ബലിയിടാനായിട്ട് വരുന്നതാണ്. അവർക്കൊക്കെ എന്താണിത് ഈ തീരത്തിങ്ങനെ പരന്നു കിടക്കുന്നതെന്ന് അറിയില്ല. എല്ലാവരും ഒരു ഭീതിന്റെ ഇതിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാപനാശത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഇങ്ങനെ തീരത്തുനിന്ന് അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് അതിനുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കണം. അങ്ങനെ ഒന്നും കാണുന്നില്ല. വളരെ അനാഥമായി കിടക്കുവാണ് ഈ തീരത്ത് വന്നടിഞ്ഞിട്ടുള്ള ചാക്കുകളും വസ്തുക്കളൊക്കെ ഉള്ള. എന്താണെന്ന് ആളുകൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. തുടർന്ന് വർക്കല ഓടയം ബീച്ചിന് സമീപം തുറന്ന ഒരു കണ്ടെയ്നർ കണ്ടെത്തി. ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് കരുതുന്ന വെളുത്ത നിറമുള്ള വസ്തു പാപനാശം ബലിമണ്ഡപത്തിന് സമീപം കരയിലേക്ക് പടർന്നിട്ടുണ്ട്. ഇവിടെ നിരവധി പേരാണ് രാവിലെ ബലി തർപ്പണത്തിനായി എത്തുന്നത്. HP News 24/7. ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ. ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു. നമ്മുടെ 2 കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ്. പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ഒപ്പം ഞങ്ങളെയും. പക്ഷേ മോളുടെ വിവാഹത്തിന്റെ ആദ്യലെത്തോ നിനക്കാണ്. നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു. അച്ഛാ, എങ്ങനെയുണ്ട്? വാത്സല്യത്തിന്റെ മാധുര്യം, അകലങ്ങളിലെ അടുപ്പം. പൂജ ഗ്രൂപ്പ്, കൊല്ലം, ആറ്റിങ്ങൽ.